ഹായ് ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക ദോശയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. കാരണം ഇത് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റായാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചക്ക ഉപ്പേരി വെച്ചില്ല, അതിൻ്റെ ബാലൻസ് ആട്ടോ. അപ്പോൾ ഞാൻ ലൈവായിട്ട് വോയിസ് കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മോളവിടെ ടി വി വെച്ചിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് അരഞ്ഞ് വരുമ്പോൾ അരച്ചതൊക്കെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചേട്ടാ ഞാൻ ചക്ക അരച്ചത്. അപ്പോൾ അവസാനം അരയ്ക്കണതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 6-7 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3 ടീസ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ വെള്ളം ഒഴിക്കണത് കാണിച്ചില്ല എന്ന് തോന്നുന്നു. തേങ്ങ അരയാൻ കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. ഇത് അരച്ച് വന്ന ശേഷം അതിലോട്ട് ഒരു 2 കപ്പ്, കുഞ്ഞ് കപ്പ് കേട്ടോ, ആ ഒരു അളവിൽ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ ജാറിൽ എടുക്കണം കേട്ടോ. ഞാൻ കുഞ്ഞു ജാർ എടുത്തു പോയി, കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ, അതുകൊണ്ടാണ് പറയണേ. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, അതിനകത്തോട്ട് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇടണം. ഞാൻ മറന്നു പോയിട്ടാ, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടിയോ എന്തെങ്കിലും ഇടാം. ഞാൻ ഇടുന്നില്ല. ഞാൻ ഒരു അരമണിക്കൂർ വെറുതെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഇടാൻ മറന്നതാണ്. എന്നിട്ട് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സാധാരണ ദോശ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീഡിയോ അവസാനം വരെ കാണാത്തവർ ഈ ദോശ ഉണ്ടാക്കിയാൽ കിട്ടൂല കേട്ടോ. മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് 2-3 വട്ടം ഉണ്ടാക്കിയിട്ടും കിട്ടിയില്ല. 2-3 ദോശ എൻ്റെ ഫ്ലോപ്പായിപ്പോയി. അന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചക്കയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു, നമ്മുടെ മാവിൻ്റെ ക്വാണ്ടിറ്റി കുറവും. പിന്നീട് ഞാൻ മാവ് കുറച്ചുകൂടി ഇട്ട് ഇളക്കി, അങ്ങനെയാണ് കേട്ടോ ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ചക്ക കുറച്ചും മാവ് കൂടുതൽ എടുക്കണം. ചക്കയുടെ ഇരട്ടി മാവ് എടുക്കണം കേട്ടോ. ഞാൻ തിന്നായിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പക്ഷെ കിട്ടുന്നില്ല. കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. മുകളിൽ കുറച്ച് നെയ്യൊക്കെ പരട്ടി കൊടുക്കണമായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. പിന്നെ തിരിച്ചിട്ട ശേഷം ബാക്കിലും ഫ്രണ്ടിലൊക്കെ കുറച്ച് നെയ്യൊക്കെ പരട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ ദോശ കിട്ടുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചക്ക ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കണേ കാണിച്ചുള്ളൂ കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. പച്ചച്ചക്ക കഴിക്കാത്തവരൊക്കെ, ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്കൊക്കെ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ചക്ക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.